ഓക്കെ. സോ നമുക്കിന്ന് ഈ വീഡിയോയിൽ മെറ്റ ആഡ്സിൽ വന്ന കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ എന്തൊക്കെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു ക്യാമ്പയിൻ ലെവലിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഓക്കെ, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് നിങ്ങളിപ്പോൾ സെയിൽസ് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സെയിൽസ് ക്യാമ്പയിൻ എടുക്കുക. ഇത് എല്ലാ അക്കൗണ്ടിലും റോൾ ഔട്ടൊന്നും ആയിട്ടില്ല, ചില അക്കൗണ്ട്സിൽ റോൾ ഔട്ട് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിതിപ്പം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പുതിയൊരു ഓപ്ഷൻ ആണല്ലോ, ഇത് നമ്മൾ ഓൾറെഡി ഉള്ള വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല എന്ന് ഡൗട്ട് പലർക്കും തോന്നാം. അതുകൊണ്ടാണ് ചിലർ അക്കൗണ്ട്സിൽ ഇപ്പോഴും ഈ ഒരു എന്താ പറയുക അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് പോകുമ്പോൾ സെയിൽസ് ക്യാമ്പയിൻസ് എടുക്കുക, എടുത്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഉണ്ടല്ലേ, സെയിൽസ് വന്നു, പുതിയ ക്യാമ്പയിൻ വന്നു, ബഡ്ജറ്റ് ലെവലും ആഡ്സെറ്റ് ലെവലും ഒക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ആഡ്സെറ്റ് ലെവലിൽ വന്നു അല്ലേ. ആഡ്സെറ്റ് ലെവൽ വന്നപ്പം കസ്റ്റമർ ലൈഫ് സൈക്കിൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ്സ് ആണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ടിപ്പോൾ ഒരു മാസത്തിനുള്ളിലേ ആയിട്ടുള്ളൂ. ഓക്കെ, കസ്റ്റമർ ലൈഫ് സൈക്കിൾ സ്ട്രാറ്റജി അതെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രയോറിറ്റൈസ് കൺവേർഷൻ ഫ്രം പീപ്പിൾ ദാറ്റ് ക്രിയേറ്റ് മോസ്റ്റ് വാല്യൂ ഫോർ യുവർ ബിസിനസ്. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഗെറ്റ് കൺവേർഷൻ ഫ്രം ഓൾ ഓഡിയൻസ്, പിന്നെ അക്യൂർ ന്യൂ കസ്റ്റമേഴ്സ്. അതായത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പുതിയൊരു ഓപ്ഷനാണ്. ലൈക്ക് എന്താ പറയുക, കൺവേർഷൻസ് എല്ലാ ഓഡിയൻസും നിങ്ങൾക്ക് വേണോ? അതായത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സും ആയിരിക്കും, പുതിയ കസ്റ്റമേഴ്സും ആയിരിക്കും. മനസ്സിലായല്ലേ? അങ്ങനെ നിങ്ങൾക്ക് കൺവേർഷൻ വേണോ, അതോ അക്യൂർ ന്യൂ കസ്റ്റമേഴ്സ്, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ഇത് പർച്ചേസ് ചെയ്യാത്ത ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് വേണോ? അങ്ങനത്തുള്ള 2 ഓപ്ഷനാണ് ഉള്ളത്. അത് മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ഉണ്ടല്ലോ, ഇത് ലൈക്ക് ഓണാണ്. ഇത് ബൈ ഡിഫോൾട്ടായിട്ട് ഓണാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് തന്നെ ലൈക്ക് ഇത് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വേറെ ലൈക്ക് ഓഡിയൻസ് സെറ്റിങ്സ് ഒക്കെ കൊടുത്ത് നമ്മൾ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഒക്കെ കൊടുത്തെല്ലാം മാറ്റിയാൽ കഴിഞ്ഞാലും ബൈ ഡിഫോൾട്ടായിട്ട് ഇത് ഓണാണ്. മനസ്സിലായില്ലേ? ബൈ ഡിഫോൾട്ടായിട്ട് ഇത് ഓണാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഫർദർ ലിമിറ്റ് യുവർ ഓഡിയൻസ് ഒക്കെ കൊടുത്ത് സ്വിച്ച് സെറ്റപ്പ് ഒക്കെ കൊടുത്താൽ പോലും കൈൻഡ് ഓഫ് കണ്ടില്ലേ, ഈ അഡ്വാൻറ്റേജ് പ്ലസ് വന്നിട്ട് ഓണാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ബൈ ഡിഫോൾട്ടായിട്ട് ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഓണായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ അങ്ങനെ ഓണായിട്ടിരിക്കുമ്പോൾ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന ഇതിലൂടെ ലൈക്ക് നമ്മുടെ മെറ്റ കൊണ്ടുവന്നത്. ഇപ്പോൾ ഞാൻ ഗെറ്റ് കൺവേർഷൻ ഫ്രം ഓൾ ഓഡിയൻസ് കൊടുക്കാതെ അക്യൂർ ന്യൂ കസ്റ്റമേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓഡിയൻസിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ ഇപ്പം ഞാൻ കൊടുത്ത സെറ്റപ്പൊക്കെ കൊടുത്ത് കണ്ടില്ലേ, കൊടുത്തിട്ട് ഇവിടെ ഫർദർ ലിമിറ്റൊക്കെ ചെയ്ത് പിന്നെ എനിക്കിവിടെ ഓഡിയൻസ് അങ്ങനെ കസ്റ്റം ഓഡിയൻസ് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, എക്സ്ക്ലൂഡ് ചെയ്യാനൊന്നുള്ള അതിൻ്റെ ആവശ്യമില്ല. എനിക്കിവിടെ തന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അക്യൂർ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യണം. ഇപ്പം എന്താണ് പർച്ചേസ് ഓഡിയൻസ് ഞാൻ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അക്യൂർ ന്യൂ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് അക്യൂർ ന്യൂ കസ്റ്റമേഴ്സാണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കണം, എന്തെങ്കിലും ഒരു ഓഡിയൻസിനെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കണം. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ഓഡിയൻസ് വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്ത ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വിസിറ്റ് ചെയ്ത ആൾക്കാരായിരിക്കും, എന്തായാലും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും പുതിയ കസ്റ്റമറിലോട്ടായിരിക്കും നിങ്ങളുടെ ആഡ് പോവുക. അതേ ഇതിനെ എന്തിനു വേണ്ടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഒരു തവണ മാത്രമേ ആൾക്കാർ വാങ്ങുന്നുണ്ടാവുക, അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അക്യൂർ ന്യൂ കസ്റ്റമേഴ്സ് കൊടുക്കാം, എപ്പോഴും പുതിയ ആൾക്കാരിലേക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ക്യാമ്പയിന് പുതിയ ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തൊരു ക്യാമ്പയിൻ ചെയ്യുകയാണ്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനല്ല, എപ്പോഴും പുതിയ ആൾക്കാർ കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്യൂർ കസ്റ്റമേഴ്സിന് കൊടുക്കാം. അല്ല, കൺവേർഷൻ ഫ്രം ഓൾ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സും നിങ്ങൾക്ക് പോവും, പുതുതായിട്ടുള്ള ആൾക്കാർക്കും പോവും. അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രം ഓൾ എന്ന് കൊടുക്കാം. എക്സിസ്റ്റിംഗ് കസ്റ്റമറിന് ചിലപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് പുതിയൊരു ഓഫർ പ്രൈസിൽ ഇറക്കുകയാണെങ്കിൽ ചിലപ്പം എക്സിസ്റ്റിംഗ് കസ്റ്റമർ വാങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. ഇപ്പം D2C ബ്രാൻഡിൽ ഫേസ് വാഷ് ഇറക്കി, അവരൊരു ഫേസ് സിറം കൂടെ ഇറക്കുകയാണ്. അപ്പോൾ അത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സും വാങ്ങാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഓയിൽ ഇറക്കി, ഷാമ്പു ഇറക്കി, അല്ലെങ്കിൽ ഡ്രസ്സിൽ തന്നെ ഷർട്ടിൻ്റെ കൂടെ ഒരു പാൻ്റ് ആവാം, അല്ലെങ്കിൽ പുതിയൊരു ഡിസൈനുള്ള ഷർട്ടാവാം. അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമർ വാങ്ങാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവേർഷൻ ഫ്രം ഓൾ കൊടുക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അക്യൂർ ന്യൂ കസ്റ്റമേഴ്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു ഓഡിയൻസ് നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് പ്ലസിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട്
അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കിപ്പം ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും അറിയാൻ പറ്റും, നല്ലപോലെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ.